കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തൽക്കാലം ആശ്വസിക്കുന്ന ഒരേ ഒരാൾ അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൻഡോ അഗസ്റ്റിൻ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മെസ്സി കൊൽക്കത്തയിൽ വന്നത് അവിടെ ആ പരിപാടി ആകെ നാശ കോടാലിയായി. എങ്ങാനും മെസ്സി കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടുത്തെ ഭരണകൂടത്തിനും അതിൻ്റെ മുഖ്യ സംഘാടകനായ ആൻഡോ അഗസ്റ്റിനും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായേനെ. ഏതായാലും മമതാ ബാനർജി, കൊൽക്കത്ത മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇപ്പോൾ പിടിപ്പത് പണിയായിട്ടുണ്ട്. മെസ്സി വന്നു പോയത് മെസ്സി മമതയെ ഫൗൾ ചെയ്തു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ആ ഫൗൾ ചെയ്ത് വീണ മമത ഇതുവരെ നേരെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. കാരണം സംഘാടകരുടെ ഗുരുതരമായ പാളിച്ച. ഈ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കാണികൾ അക്രമാസക്തരായി മെസ്സി പോലെയുള്ള ഒരു അന്താരാഷ്ട്ര താരം, ലോകത്തെമ്പാടും വലിയ ആരാധക വൃന്ദമുള്ള ഒരു താരം പങ്കെടുത്ത പരിപാടി അലങ്കോലമായി. കാണികൾ സ്റ്റേഡിയം കയ്യേറി അവരുടെ ദേഷ്യം, അവരുടെ എന്താ പറയുക, ഒരു മോഹഭംഗം അത് മുഴുവൻ സ്റ്റേഡിയം അടിച്ച് തകർത്തുകൊണ്ട് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രതിഷേധിച്ചു. ഇത് ലോകത്തെമ്പാടും നമ്മുടെ ഇന്ത്യയെ തന്നെ നാണം കെടുത്തുന്ന തരത്തിൽ വലിയ വമ്പൻ വാർത്തയായി വന്നു. അങ്ങനെ രാജ്യത്തിന് തന്നെ വലിയൊരു നാണക്കേടായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഏതായാലും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് BJP ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ബീഹാർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബംഗാളാണെന്ന്. അപ്പോൾ ബംഗാളിൽ ഇതിനോടകം തന്നെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൂടാതെ BJP അവിടെ ബംഗാൾ പിടിച്ചെടുക്കാനായിട്ടുള്ള സകല അടവുകളും പയറ്റുന്നുണ്ട്. അവിടെ ബാബറി മസ്ജിദ് ബംഗാളിൽ നിർമ്മിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ചില പുകിലുകളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉന്തിനൊപ്പം ഒരു തള്ള് എന്നതുപോലെയാണ് ഇപ്പോൾ മെസ്സിയും വന്ന് പെട്ടേക്കുന്നത്. മെസ്സിയുടെ സന്ദർശന പരിപാടി അത് നാശകോടാലി ആയതോടുകൂടി മമതാ ബാനർജിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ ഈ കാര്യത്തിൽ ഇടപെട്ട് പറയുന്നു, ഇതിൽ പാർട്ടിക്കോ സർക്കാരിനോ ഒരു ഉത്തരവാദിത്വവുമില്ല. കാര്യം ഞങ്ങളല്ല ഈ പരിപാടിയുടെ സംഘാടകർ. പക്ഷേ ഇതിൻ്റെ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം. മെസ്സിയെ പോലെ ഒരാളുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ അരങ്ങേറിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടെ നടന്നത്? കഴിഞ്ഞ ദിവസം രാവിലെയാണ് മെസ്സിയുടെ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം സ്റ്റേഡിയത്തിലേക്ക് വരുന്നു. സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണികൾ മണിക്കൂറുകളോളം അക്ഷമരായിട്ട് നിൽക്കുന്ന കാണികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ടിക്കറ്റിന് 14,000 രൂപ വരെ ടിക്കറ്റിന് മുടക്കിയിട്ടാണ് ഓരോരുത്തരും മെസ്സിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ജീവിതത്തിൽ ആകെ കൂടെ കിട്ടുന്ന ഒരു അസുലഭം അവസരം എന്ന രീതിയിൽ ഇത്രയും വലിയ പണമൊക്കെ മുടക്കി ആ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അവർ വന്ന് ചേർന്നത്. പക്ഷേ ഈ മെസ്സി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടുത്തെ സംഘാടകരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടുത്തെ രാഷ്ട്രീയക്കാർ, ഒഫീഷ്യൽസ് അടക്കമുള്ളവരുടെ വലയത്തിലാണ് മെസ്സി വന്ന് നിന്നത്. ഏതാണ്ട് 100-ൽ പരം ആൾക്കാരുടെ നടുക്ക് നിൽക്കുന്ന മെസ്സിയെ ഈ സ്റ്റേഡിയത്തിലുള്ള മറ്റുള്ളവർക്കും മര്യാദക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഈ കാണികൾ വലിയ കൂക്കുവിളി തുടങ്ങി, സംഘാടകർക്കെതിരെ കൂക്കുവിളി തുടങ്ങി. അവരുടെ രോഷപ്രകടനമായി അവർ കസേരയും കുപ്പിയുമൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ഈ മെസ്സി ഈ സ്റ്റേഡിയം വലം വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണികൾ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാകുന്നത് കണ്ട് ഈ സ്റ്റേഡിയം വലം വെക്കുന്നത് അവിടെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. കഷ്ടിച്ച് 25 മിനിറ്റോളമാണ് മെസ്സി ആ സ്റ്റേഡിയത്തിനുള്ളിൽ ചെലവഴിച്ചത്. അപ്പോൾ പലരും ഈ അതിർത്തി വേലികളൊക്കെ മറികടന്നുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറി അവിടെ മെസ്സിയുടെ സമീപം എത്തി ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. അതോടുകൂടി മെസ്സി വല്ലാതെ അസ്വസ്ഥനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മെസ്സി മാത്രമല്ല, ലോകോത്തര താരങ്ങളായ ലൂയിസ് സുവാരസും റോഡ്രിഗോ ഡി പോളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ രാജ്യാന്തര താരമായ ലാൽകമൽ ഭൗമിക്, അദ്ദേഹം അവിടെ ഒരു പ്രദർശന മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതായത് മോഹൻ ബഗാനും ഡയമണ്ട് ഹാർബറും തമ്മിൽ അവിടെ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രദർശന മത്സരം സംഘടിപ്പിച്ചിരുന്നു. അതിലാണ് ഈ ലാൽകമൽ ഭൗമിക് പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മെസ്സി വലിയ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ രോഷം പ്രകടിപ്പിക്കുന്നത് പോലും താൻ നേരിട്ട് കണ്ടു. കാര്യം കാണികൾ വല്ലാതെ അസ്വസ്ഥനാകുന്നു, വലിയ രീതിയിൽ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറുന്നു, അവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ സൈനികർ പാടുപെടുന്ന അവസ്ഥ. ഈ മെസ്സിയുടെ തന്നെ സ്വന്തം നിലയിലുള്ള സുരക്ഷാ ഗാർഡുകളുണ്ട്, അവർക്ക് പോലും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊരാശങ്കയുണ്ടായി. ആ സമയത്ത് മെസ്സിയെ എത്രയും പെട്ടെന്ന് ആ സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ച് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവിടെ നടപ്പിലാക്കാനുള്ള സംഗതി.
അപ്പോൾ നിലവിൽ അവിടെ ബംഗാൾ സംസ്ഥാന ഭരണകൂടത്തിന് വലിയ തലവേദനയായിട്ട് മെസ്സിയുടെ സന്ദർശനം മാറിയിട്ടുണ്ട്. അവിടെ മമതാ ബാനർജി സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കാണ്. അവിടെ കാണികളുടെ രോഷപ്രകടനത്തിൽ അത് അസ്വാഭാവികതയില്ല. കാരണം സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വലിയ പിഴവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മെസ്സിയെ കാണാൻ പാകത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ അവരൊരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയ സംഗതി അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിട്ടയേർഡ് ജഡ്ജ് അശ്വിൻ കുമാർ റേ അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗവർണർ CV ആനന്ദ ബോസ് ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം സംഘാടകരെ അറസ്റ്റ് ചെയ്യണം, അതോടൊപ്പം ഈ കാണികളിൽ നിന്ന് ടിക്കറ്റ് നിരക്കിൽ പിരിച്ചെടുത്ത പണം അത് തിരികെ കൊടുക്കണമെന്നാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവിടെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം പറയുന്നത്, ഇവിടെ അദ്ദേഹത്തിന്റെ പേര് കുനാൽ ഘോഷ് എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നത് സംഘാടകർക്ക് പണം പിരിക്കാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അവർ വലിയ പരാജയപ്പെട്ടു. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി. നമ്മുടെ നാടിനും രാജ്യത്തിനും തന്നെ വലിയ നാണക്കേടുണ്ടാകുന്ന തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ മാറിയതിന്റെ ഉത്തരവാദിത്തം ഇതിന്റെ സംഘാടകർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സംഘാടകൻ എന്ന് പറയുന്നത് ശതാദ്രു ദത്ത എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ മെയിൻ ഓർഗനൈസർ. അപ്പം അയാൾക്കെതിരെ ഇപ്പോൾ കേസ് എടുക്കുന്ന ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ JSW, അതേപോലെ അദാനി, HSBC ഇപ്പം ഇവരുടെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇവരാണ് ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർ. അവരും ഇപ്പോൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഈ മെസ്സിക്കുണ്ടായ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ ആക്ഷേപം ഈ സംഘാടകരും ഇപ്പോൾ നേരിടുന്നുണ്ട്. ഏതായാലും കൊൽക്കത്തയിലുണ്ടായ അതേ അനുഭവമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹൈദരാബാദിലേക്ക് പോയ മെസ്സിക്ക് അവിടെ ഉണ്ടായത്. അവിടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണം കൊടുത്തു. അദ്ദേഹവുമായിട്ട് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരത്തിലും മെസ്സി പങ്കെടുത്തു. രേവന്ത് റെഡ്ഡി ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ വേഷമൊക്കെ ധരിച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബോയ് മൊമെൻറ്റും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. മെസ്സിയോടൊത്തുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ രാഹുൽ ഗാന്ധി പങ്കിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കാര്യം തെലങ്കാന ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രത്യേക താല്പര്യം എടുത്തിട്ടായിരിക്കണം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. ഏതായാലും മെസ്സിയുടെ സന്ദർശനം വാസ്തവത്തിൽ പണി കിട്ടിയിരിക്കുന്നത് അത് മമതാ ബാനർജിക്കാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൊൽക്കത്തയിലെ പരിപാടിയുടെ സംഘാടകർക്കാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ പാളിച്ച. മെസ്സിയെ പോലെയുള്ള ഒരു ലോകോത്തര താരം വരുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെന്ന് പറയുന്നത് ബംഗാൾ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും മെസ്സി വരും വരില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ബംഗാൾ നമുക്കൊരു പാഠമാണ്. ഇത്രയും സാഹസപ്പെട്ട് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഒരു മുൻധാരണ ഇതോടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ മെസ്സിയുടെ സന്ദർശന പരിപാടി കേരളത്തിലും സുഗമമായി നടത്താൻ പറ്റും. തെലങ്കാനയിൽ സംഭവിച്ച പോലെ എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം.